അതേ കണക്കല്ലേ? അല്ല, സ്ഥലവിസ്തൃതി കുറഞ്ഞു എന്ന് തന്നെയല്ല, ഉള്ളത് ഉപയോഗശൂന്യാണല്ലോ. ഭയങ്കര വൃത്തികേടാണ്. നമ്മള് ഇത് കൃത്യമായിട്ട് ആളുകളിൽ എത്തിക്കണം. ഈ ഒരു കുളം എങ്ങനെ അധികൃതരുടെ അനാസ്ഥ മൂലം നശിപ്പിക്കപ്പെട്ടു, ഇതെങ്ങനെ ഉപയോഗശൂന്യമാക്കപ്പെട്ടു, ഇതിന്റെ സാധ്യതകൾ എങ്ങനെ ആളുകൾ അവഗണിച്ചു കളഞ്ഞു എന്നൊക്കെ ഉള്ളത് നമ്മൾ കൃത്യമായിട്ട് ആളുകളിൽ എത്തിക്കണം. നമ്മൾ പുതുതായിട്ടൊന്നും കണ്ടുപിടിച്ച് പറയേണ്ടതില്ല. എല്ലാ സാഹചര്യങ്ങളും നമുക്കുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയ പശ്ചാത്തലമാണെങ്കിലും എല്ലാം ഉണ്ട്. ഇത് നമ്മൾ ഉപയോഗിച്ചാൽ മാത്രം മതി. ഏരിയാരക്കുളം. അപ്പോൾ ഈ ഏരിയാരക്കുളം എന്ന് പറയുന്നത് എങ്ങനെ ഉപയോഗിക്കാതെ കളഞ്ഞു, എങ്ങനെ നാട്ടുകാർക്ക് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങൾ പ്രയോജനങ്ങൾ നഷ്ടപ്പെടുത്തി എന്നുള്ളത് ആളുകളിൽ എത്തിച്ചാൽ മതി. ഈ നമ്മൾ ചെയ്യേണ്ടുന്ന ഒരേ ഒരു കാര്യം അവരുടെ അനാസ്ഥ, അവരെങ്ങനെ ചെയ്യുന്ന ജനദ്രോഹ പ്രവർത്തികൾ ആളുകളെ ബോധ്യപ്പെടുത്തുക. കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടാണ് അവർക്ക് പിന്നെയും ഈ അരിവാൾ ചുറ്റികയിലും കൈപ്പത്തിയിലും ആളുകൾ വോട്ട് ചെയ്യുന്നത്. സത്യം അറിയാത്തത് കൊണ്ടാണ്. സത്യം ആളുകളെ ബോധ്യപ്പെടുത്തുക. സത്യം അറിഞ്ഞാൽ പിന്നെ ആരും ഈ രണ്ട് ചിഹ്നങ്ങളിലും ഒരു ജീവിതകാലത്ത് വോട്ട് ചെയ്യില്ല. എങ്ങനെയാണ് അവർ ആളുകളെ കളിപ്പിച്ചുകൊണ്ടിരുന്നത്? ആളുകൾക്ക് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങൾ UDFിൻ്റെ അല്ലെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ അല്ലെങ്കിൽ UPAയുടെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി എന്താ പറഞ്ഞത്? 100 രൂപ സർക്കാർ അനുവദിച്ചാൽ ജനങ്ങൾക്ക് കിട്ടുന്നത് 15 ഉറുപ്പികയാണ്. ബാക്കി 85 ഉറുപ്പികയും ഇങ്ങനെയുള്ള കുളത്തിൽ പോകുന്നു. അപ്പോൾ അത് നമ്മൾ ആളുകളിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അത് ചെയ്യണം. BJP അത് ചെയ്യണം. അതിന്റെ പമ്പ് 15 വർഷം മുമ്പ് 20 വർഷം മുമ്പുള്ള പമ്പാണ്. ചെയ്യേണ്ടത് നിങ്ങളുടെ പഞ്ചായത്തിന്റെ വികസന അജണ്ടയിൽ ഇത് നവീകരണവും ഇത് കുടിവെള്ള സ്രോതസ്സാക്കി മാറ്റുന്നുള്ളത് അജണ്ട മുന്നോട്ട് വയ്ക്കണം. കൃത്യമായിട്ട് വെക്കണം. കുറ്റപത്രത്തിൽ ഇതെങ്ങനെ നശിപ്പിച്ചു, ഇതെങ്ങനെ ഒരു വലിയ ജലസ്രോതസ് ഉപയോഗശൂന്യമാക്കി, ഇതേപോലെ മലിനമാക്കി എന്നുള്ളത് വെക്കണം. അത് ചെയ്താൽ മതി. ഇതുകൊണ്ട് നമുക്ക് ഈ പ്രദേശത്ത് ഒരുപാട് മാത്രമല്ല പല വാർഡുകളിലും അത് കൃത്യമായിട്ട് കുറ്റപത്രത്തിൽ ഇവിടെ നിന്നിട്ട് ഒരു ഫോട്ടോ അവിടെ നിന്ന് മുകളിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കും. ഇവിടെ ചൂണ്ടിക്കാണിച്ചത്